ഹലോ ഐ ആം നില. ഈ ഒരു ടിഷ്യൂ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഇതുപോലത്തെ ഒരു ബോ ഉണ്ടാക്കിയാലോ. അത് എളുപ്പമാണ്. നമുക്ക് ഈ ഒരു ടിഷ്യൂവിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ അങ്ങോട്ട് ഒരു ഡോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ബ്രഷ് പെൻ ഇല്ലെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്താലും മതി. അതും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്തില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല, വെറുതെ ഒരു ഡിസൈനിന് മാത്രം. എന്നിട്ട് ഇതാ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്തോ ഈ മടക്കും ഞാനും തമ്മിൽ അങ്ങോട്ട് ഒത്തുപോകില്ല. കാരണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഈ ഒരു മടക്കൽ പിന്നെ എനിക്ക് ഫുള്ളും കൺഫ്യൂഷൻ ആയി പോകും. അതുകൊണ്ട് നിങ്ങൾ കണ്ടാൽ മതി, ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരു തവണ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ കാണാം. അപ്പം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും. കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇത്രയൊക്കെ തന്നെ മടക്കിയാൽ മതി. ഇനി ഇതാ ഈ ഒരു 2 മടക്കും കൂടി കഴിഞ്ഞാൽ അതോടെ നമ്മുടെ മടക്കലും കൂടി കഴിഞ്ഞു. അപ്പം നമ്മുടെ മടക്കലിൻ്റെ ഒരു പ്രൊസീജിയർ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. ഇനി കുറച്ച് നമുക്ക് ചുരുട്ടാം. ഇതുപോലെ എക്സ് ഷേപ്പ് പോലെ ആക്കിയിട്ട് ഈ അടിയിൽ നിന്ന് അങ്ങോട്ട് നമ്മൾ ചെറിയ നുറി എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി മേലേക്ക് കൊണ്ടുവരാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറുതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, വലുതാക്കരുത്. ഇതാ ഇപ്പം ഏകദേശം ഒരു ബോ ആയില്ലേ. ഇത് നമ്മളിങ്ങനെ കൈമ പിടിച്ചെന്നാൽ പോരല്ലോ. അപ്പോൾ ഈ ഒരു ടാപ്പ് യൂസ് ചെയ്തിട്ട് അതങ്ങോട്ട് അതിൻ്റെ സെൻറ്ററിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ അതോടുകൂടി നമ്മുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെന്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇത് വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എപ്പോഴും പറയുന്നതാണ്, എന്നാലും ഞാൻ പറയുകയാണ്, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അത്രേ ഉള്ളൂ, ബൈ.